മദീനയുടെ മണ്ണിൽ ഒരു സഹാബി മരണപ്പെട്ടു. ആ സഹാബിയെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോഴാണ് പടച്ചവനെ മറ്റുള്ള സഹാബികൾ മുഴുവനും അത്ഭുതപ്പെട്ടു പോകുന്നു. കാരണം ഈ സഹാബിയുടെ മുതുകിൻ തലയില് ചാട്ടവാറിന്റെ അടിയേറ്റിട്ട് ഇങ്ങനെ ചുമന്നു പഴുത്തു കിടക്കുകയാണ്. സഹാബാക്കൾക്ക് വല്ലാത്ത വിപ്രാളമായി. ആരാണ് ഈ സഹാബിയെ തല്ലിയത്? ഈ രീതിയിൽ ആരാണ് ഈ സഹാബിയെ ക്രൂരമായി മർദ്ദിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്താണ് ആ സഹാബിയുടെ ഭാര്യ വിളിച്ചു പറയുന്നത്, ആരും മർദ്ദിച്ചതല്ല, ആരും മർദ്ദിച്ചതല്ല. ഈ മനുഷ്യനെല്ലാ പാതിരാത്രിയിലും ചാട്ടവാറെടുത്തിട്ട് സ്വന്തമായിട്ട് ശരീരത്തിലേക്ക് അടിച്ചിട്ട് വരുത്തിയ പാടാ. അങ്ങനെ ചാട്ടവാറ് കൊണ്ട് സ്വന്തം ശരീരം അടിച്ചു പൊളിച്ച ആ മനുഷ്യൻ ആരെന്നറിയോ? ഇസ്രാഫനേക്കും കൈസറും വിറക്കുന്നതാ. മിസ്രിലെ മുഖൗഖിസ് കേട്ടുടൻ ഞെട്ടുന്നതാ. അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ. വിശ്വാസികൾക്കെല്ലാം നേതാവരല്ലോ. പടച്ചവനെ മക്കയും മദീനയും കിടകിടാ വിറപ്പിച്ച, കിസ്റയെയും കൈസറിനെയും കിടകിടാ വിറപ്പിച്ച, കിടലം കൊള്ളിച്ച ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഖലീഫയായ അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണോ സ്വന്തം ശരീരത്തിനെ ഈ രീതിയിലേക്ക് അടിച്ചു പൊളിച്ചു കളഞ്ഞത്? പാതിരാത്രിയിൽ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് തന്റെ റൂമിലേക്ക് കയറിയിട്ട് ഏകാന്തതയിൽ മാറ്റിവെച്ചിരിക്കുന്ന ചാട്ടവാറെടുക്കുകയാണ്. എന്നിട്ട് തന്റെ ശരീരത്തിലേക്ക് അടിക്കുകയാണ്. ഉമറേ, നിന്റെ പാപങ്ങൾ ഇന്നലത്തെ ദിവസം നീ ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ട് ഹസിബോ ഖബല അൻ തുഹാസബോ. മണ്ണിൽ നിന്ന് പടച്ചവനെ മണ്ണിനകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഈ മണ്ണിന്റെ മുകളിൽ നിന്നിട്ട് സ്വയമായിട്ട് വിചാരണ ചെയ്ത ഈ ലോകത്തിനോട് വിടഞ്ഞു പോയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പാതിരാത്രിയിൽ ഒരുമിച്ച് കൂടിയവര്, ഇന്നത്തെ ദിവസം നിങ്ങളെ വീട്ടിലേക്ക് കടന്നു പോയിട്ട് മനസ്സുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കണം സഹോദര സഹോദരി. എത്ര കൊല്ലമായി ഞാൻ ഈ ഭൂമിയുടെ മുഖത്ത് ജീവിക്കുന്നുണ്ട്. എനിക്ക് 60 വയസ്സായുള്ളൂ. എനിക്ക് 70, 80, 40, 20, 30, 10, 15 ഒക്കെ വയസ്സായില്ലേ. ഈ പ്രായത്തിന്റെ ഇടയിലോ ഞാൻ എത്ര തോന്നിവാസമാണ് ചെയ്തു കൂട്ടിയത്, ഞാൻ എത്ര പാപങ്ങളാണ് കണ്ടു തീർത്തത്, ഞാൻ ആരെയൊക്കെയാണ് നാണം കെടുത്തിയത് എന്ന് പറഞ്ഞിട്ട് സ്വയമായിട്ടൊരു പരിവർത്തനത്തിന്റെ പരിവർത്തനം നടത്താനുള്ള സമയമാണ് സഹോദരങ്ങളെ. അങ്ങനെ നിങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞില്ല എങ്കിലോ വരാറുണ്ട് മോളെ, നിനക്കൊരു ദിവസം വരാറുണ്ട്. അസ്റായിലെന്ന മാലാഖ നിന്റെ റൂഹ് പിടിക്കാൻ കടന്നു വരുന്ന ഒരു ദിവസമുണ്ടല്ലോ, അന്ന് നമ്മൾ കാണുന്നതാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, മരിക്കുന്നതിന് മുമ്പ്, കണ്ണടയുന്നതിന് മുമ്പ് ആളുകളോടുള്ള വാശികൾ മാറ്റിവെക്ക്. പലരെയും പലതും പറഞ്ഞിട്ടുണ്ട്.